അമ്പയർ വന്നിട്ട് ഇങ്ങനെ ടോസ് ഇട്ടിട്ട് പ്ലെയർ എടുത്ത് ചോദിച്ചാൽ എന്താ ചെയ്യണം അവൻ പറഞ്ഞു പ്ലംബിംഗ് എന്ന്. ഇതില് അമ്പയർ ഞെട്ടിപ്പോയി. പ്ലംബിംഗ് ടോസ് ഇട്ടിട്ട് എന്താ ചെയ്യണ പ്ലംബിംഗ് എന്നാണ്. അപ്പൊ അമ്പയർ 2 മിനിറ്റ് തോറ്റു. അത് സത്യമായിട്ടുണ്ടായിട്ട് അതേപോലെ ഗംഭീര ഒരു ടൂർണമെന്റ് നടക്കാണ്. അമ്പയർ ഔട്ട് വിളിച്ചതാണ് ഇങ്ങനെ ഔട്ടല്ലാന്ന്. എന്റെ ഇത് 2 ഞാൻ ലൈവ് കണ്ടതാണ്. ഈ 2 സാധനം ഞാൻ അപ്പനെടുത്ത് വെച്ചു, പ്ലംബിങ്ങും നോട്ട് ഔട്ടും. എനിക്കന്ന് കൊറേ സാധനം കിട്ടിയിട്ടുണ്ട് ഇതേപോലെ. പിന്നെ നമ്മള് ഡെയിലി ഇങ്ങനെ പണ്ട് കളിക്കാനൊക്കെ പോകും, ഞങ്ങളെ പാടത്ത് കളിക്കുള്ളത്. അപ്പൊ നമ്മളങ്ങനെ ആ കളിയുടെ ഭാഗമായിട്ട് അപ്പൊ കുറെ നമ്മള് സെയിം ഏജ് അല്ല ചേട്ടന്മാരും അങ്ങനത്തെ ഉണ്ടാവും. അപ്പൊ അവരെ ഇങ്ങനെ കുറെ കിട്ടും, അവരുടെ പണ്ടത്തെ കഥകള് അവര് പിന്നെ കളിക്കാൻ. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വീഡിയോസിലൊക്കെ. ഇപ്പൊ ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് നമ്മള് ഓരോ ഓമന പേരൊക്കെ ഇട്ട് പിടിക്കുമല്ലോ. അതായത് 6 മാത്രം അടിക്കുന്ന ആളുകൾ ആകാശവാണി, പിന്നെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന ആള് കൊതുമ്പ് വെള്ളം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുകളൊക്കെ ഇട്ട് നമ്മൾ വിളിക്കൂല. മാങ്ങ എറിയുന്ന വലിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് നമ്മുടെ നാട്ടിൽ മറ്റേ ഉൾപ്പെടുത്തിണ്ട്. അതുപോലെ ബോൾ ചെയ്യാൻ പരിചയം എല്ലാവരും ബന്ധുക്കളെ കളിക്കാൻ വരുമല്ലോ. ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞാൽ അപ്പൊ അവര് വന്നിട്ട് കളിക്കുന്നൊക്കെ പറയും. ബോൾ ചെയ്യാൻ കൊടുത്ത് ഞാൻ ഓടി വന്നിട്ട് ഇപ്പൊ നല്ല മാങ്ങേറാവും. അപ്പൊ അത് ഞങ്ങള് പറയുന്നുണ്ട്, അത് ഈ ഏറ് ഇവിടെ വിക്കറ്റ് മിക്കല്ല അപ്പുറത്ത് മാവും അത് ഞങ്ങള് വീഡിയോയില് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊറേ പൂജാരിമാരാ എല്ലാവരും ബാറ്റ് എടുത്ത് പോയി അവര് കുറച്ചേരം നോക്കും. അപ്പൊ തന്നെ നമ്മൾ ഔട്ടായിട്ട് നമ്മൾ അവരടുത്ത് പറയും ഞാൻ ഔട്ടായിട്ട് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഏറ് കൊട്ടി ചത്തിട്ടോ അല്ലെങ്കിൽ മുകളിലത്തെ കറണ്ട് കമ്പി പൊട്ടി വീണ്ടൊന്നും വരരുത്. ഔട്ടായിട്ട് വന്നാൽ കുഴപ്പമില്ലടാ. അതൊക്കെ പിന്നെ കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നാട്ടിൻപുറത്ത് ഇങ്ങനെ സ്ഥിരം ക്രിക്കറ്റ് കളിക്കുന്നവർക്കൊക്കെ അറിയാം ഇതൊക്കെ അവരുടെ അവിടെ ഉണ്ടാവും തന്നെയാണ്. ചില പ്ലേയേഴ്സിനെ ഔട്ടായിട്ട് നമ്മള് ചില ഔട്ടൊന്നും നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ പറയും. ഇപ്പൊ പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയില്ല. വല്ലവരും വാശി പിടുത്ത ഒരു ഔട്ടാക്കി വിട്ട് കഴിഞ്ഞാൽ ബാറ്റ് സ്റ്റമ്പൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അത് അവർ കൊണ്ടുപോകും, അതവർ കൊണ്ടുപോകും, പിന്നെ കളി നടക്കില്ല.